ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് GNS3 എങ്ങനെയാണ് iOS ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, സിസ്കോയുടെ iOS സ്വിച്ചസിൻ്റെയും അതുപോലെ റൗട്ടറിൻ്റെയും iOS എങ്ങനെ ലോഡ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അത് വെരി ഈസി ആയിട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഓൾറെഡി GNS റണ്ണിങ് ആണ്. ഇങ്ങനെ ആയിരിക്കും GNS റണ്ണിങ് ഉണ്ടായിരിക്കുക. സെർവർ റണ്ണിങ് ആകുമ്പോൾ ഞാൻ VM കോൺഫിഗർ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ GNS3യുടെ ലോക്കൽ മെഷീനിലും സെറ്റ് ചെയ്തിട്ടുണ്ട്, രണ്ടിടത്തും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ GNS3 ഓൺ ആക്കുമ്പോൾ തന്നെ VMware ഓപ്പണായി വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് ഈ VMware എന്ന് പറയുന്നത് റൺ ഇൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് നോക്കുക. അത് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്ത് നോക്കാം, നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. ഓക്കെ, പിന്നെ GNS3 ഓൺ ആക്കിയതിന് ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എഡിറ്റ് എടുക്കുക, പ്രിഫറൻസ് എടുക്കുക. ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ iOS റൗട്ടേഴ്സ് ആഡ് ചെയ്യണം. അപ്പോൾ iOS റൗട്ടേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ iOS റൗട്ടേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ന്യൂ ക്ലിക്ക് ചെയ്യുക. ന്യൂ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് VMൽ റൺ ചെയ്യണമെങ്കിൽ VMൽ റൺ ചെയ്യുക. ഞാൻ iOS ഫയൽസൊക്കെ ഇവിടെ ലോക്കൽ കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുന്നത്. അപ്പം iOS റൗട്ടർ ഇൻ മൈ ലോക്കൽ കമ്പ്യൂട്ടർ എന്ന് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് പോവുക. എന്നിട്ട് ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പിനകത്ത് സിസ്കോ എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് സിസ്കോ റൗട്ടേഴ്സൊക്കെ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ള ഏത് റൗട്ടർ വേണമെങ്കിലും എനിക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് C3660 എന്ന് പറയുന്ന ഈ ഒരു മോഡലാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ മോഡൽ സെലക്ട് ചെയ്യുക, ഓപ്പൺ അടിക്കുക. ഓപ്പൺ അടിക്കുമ്പോൾ കാണിക്കുന്നത് ഡീകംപ്രസ് ചെയ്യട്ടെ എന്ന് ചോദിക്കേണ്ടത്. യെസ്, ഡീകംപ്രസ് ചെയ്തോ എന്ന് പറയുന്ന മെസ്സേജ് ഞാൻ എസ് കൊടുത്തു. നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ അവിടെ അതിൻ്റെ പേര് കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായിട്ട് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ക്യാപിറ്റൽ C എന്ന് പറഞ്ഞ ക്യാപിറ്റൽ C ഒക്കെ കൊടുത്തു, ഒരു അടിപൊളിയാക്കി എടുത്തു. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കാം. എന്നിട്ട് എത്രയും ഡീഫോൾട്ട് മെമ്മറി അതൊക്കെ ഡീഫോൾട്ട് തന്നെ ആയിക്കോട്ടെ, പ്രത്യേകിച്ച് നമുക്ക് മാറ്റാനൊന്നുമില്ല. അതുപോലെ തന്നെ സ്ലോട്ട് എത്ര സ്ലോട്ട് വേണം എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്ലോട്ട് ഒരു 3 സ്ലോട്ട് ഞാൻ ആഡ് ചെയ്തു. ഓക്കെ, 3 സ്ലോട്ട് 2 സ്ലോട്ട് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എക്സ്ട്രാ കാർഡുകളാണ്, ഇൻ്റർഫേസ് കാർഡുകളാണ്. നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഐഡിയൽ PC എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇവിടെ ഫൈൻഡ് ഐഡിയൽ ഫൈൻഡർ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുത്തുകൊണ്ട് ഇവിടെ ഐഡിയൽ വാല്യൂ ഇവിടെ അവർ ക്രിയേറ്റ് ചെയ്യും. ഈ ഐഡിയൽ വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊസസ്സർ പിന്നെ എത്രയാണ് പ്രൊസസ്സറിൻ്റെ പവറിനനുസരിച്ച് അവരൊരു ഐഡിയൽ വാല്യൂ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഇവിടെ ഐഡിയൽ ഫൈൻഡർ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ അവിടെ എററാണ് സംഭവിച്ചത്. ചില റൗട്ടറിന് ഈ ഐഡിയൽ വാല്യൂ ഓട്ടോമാറ്റിക് ഇവരെടുത്തുനിന്ന് വരില്ല. അപ്പോൾ മാനുവലി നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പ്രത്യേകിച്ച് ഐഡിയൽ വാല്യൂ ഒന്നും എനിക്ക് കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ ഫിനിഷ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ റൗട്ടർ ആഡായി. ഇനി അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഉണ്ട് ഇവിടെ റൗട്ടേഴ്സിനകത്ത് റൗട്ടർ ആഡായി. ഇനി ഇതിൻ്റെ പിക്ചറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കോൺഫിഗർ ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സിമ്പിളിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള പിക്ചർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. കണ്ടപ്പോൾ ഇവിടെ ലോഡിങ് ആവുന്നുണ്ട്. ഇതിനകത്ത് ഒരുപാട് ഇമേജ് ടൈപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നല്ല അടിപൊളി ഡിസൈന് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇവിടെ സ്ക്വയർ എടുത്തിട്ട് ഇതിനകത്ത് നല്ല അടിപൊളി ഒരു ഡിസൈൻ കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ ഇതിനകത്ത് റൗട്ടറിൻ്റെ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ റൗട്ടർ എന്ന് പറയുന്ന ഈ ഒരു പിക്ചർ യൂസ് ചെയ്യണം. അപ്പോൾ പിക്ചർ യൂസ് ചെയ്ത് അപ്പോൾ കണ്ടോ ഇവിടെ സ്ക്വയറിൽ റൗട്ടർ. ഇതുപോലെ നമുക്ക് ഒരുപാട് റൗട്ടേഴ്സ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, പ്രിഫറൻസ് പോവുക, iOS റൗട്ടേഴ്സ്, ന്യൂ, ദെൻ മൈ ലോക്കൽ കമ്പ്യൂട്ടർ, ദെൻ ന്യൂ iOS ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് അപ്ലോഡ് പ്രസ് ചെയ്യുക. അപ്പോൾ അപ്ലോഡ് ആവുന്നുണ്ട്. നെക്സ്റ്റ് കൊടുക്കുക, അതിൻ്റെ പ്ലാറ്റ്ഫോം പേര് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുക. അതുപോലെ ഏതൊക്കെ പോർട്ടിൽ എന്തൊക്കെയാണ് വേണം. ഫസ്റ്റത്തെ ഞാൻ G ആക്കാണ്. രണ്ടാമത്തത് ഓക്കെ ഇത് FE പോർട്ട് മതി. ഇത് ഞാൻ FE പോർട്ട് കൊടുത്തു. FE പോർട്ട് അങ്ങനെ 1 2 3 3 പോർട്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നാലാമത്തെ പോർട്ടും കൂടി വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, 4 പോർട്ട് ആഡ് ചെയ്തു. ഓക്കെ, 4 പോർട്ട് ആഡ് ചെയ്തു. ഐഡിയൽ ഫൈൻഡർ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഐഡിയൽ വാല്യൂ ഓട്ടോമാറ്റിക് കളക്ട് ചെയ്ത് വരും. അത് ചിലപ്പോൾ കിട്ടുള്ളൂ, എല്ലാ റൗട്ടറിനൊന്നും കിട്ടുന്നില്ല, ചില റൗട്ടറിന് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം. ഞാൻ താൽക്കാലികം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്നത്, കുറച്ച് സമയം എടുക്കും ഐഡിയൽ വാല്യൂ കളക്ട് ചെയ്ത് വരാൻ. ഇപ്പോൾ ഇവിടെ ഐഡിയൽ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഇതെല്ലാ റൗട്ടറിനും വരില്ല, ചില റൗട്ടറിനെ വരുള്ളൂ. അപ്പോൾ ഇത് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ CPU എന്ത് ചെയ്യില്ല, ഓവർ പ്രോസസ്സിങ് നടക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂക്ക് അനുസരിച്ച് ഇവർ ഓട്ടോ കാൽക്കുലേറ്റ് ചെയ്ത് എന്താ പറയുക, നമ്മുടെ ഇപ്പോൾ CPU 100% യൂസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഫിനിഷ് കൊടുക്കുക. ഇപ്പോൾ റൗട്ടർ ആഡായി. ഇനി ഈ ഒരു റൗട്ടറിൻ്റെ ഇതുപോലെ കോൺഫിഗർ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, റൗട്ടറിൻ്റെ ഇമേജ് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു അടിപൊളി ലാബ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മളൊരു യുണീക്ക് സ്റ്റൈലിലായിരിക്കും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇമേജ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു റൗട്ടറിൻ്റെ ഇമേജ് കാര്യങ്ങളൊക്കെ മാറ്റാം. നമ്മളിപ്പോൾ ഈ ഒരു ബ്ലൂവിനകത്ത് നമ്മൾ നേരത്തെ റൗട്ടറിന് കൊടുത്ത അതേ ഡിസൈൻ തന്നെ ഇതിനും കൊടുത്തു. ഓക്കെ, ഇങ്ങനെ അടിപൊളി. അപ്പോൾ 2 റൗട്ടർ ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തു. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ എനിക്ക് എന്ത് ചെയ്യണം, സ്വിച്ച് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ തന്നെ പ്രിഫറൻസിൽ പോവുക. എന്നിട്ട് ഞാൻ സ്വിച്ച് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ VM കോൺഫിഗ് ചെയ്യണം. GNS3ൻ്റെ VM കോൺഫിഗ് ചെയ്തവർക്ക് മാത്രമേ സ്വിച്ച് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി പറയുന്നത്
GNS3യുടെ VM കോൺഫിഗർ ചെയ്തവർക്കുള്ളതാണ്. അപ്പോൾ ഇവിടെ IOU ഡിവൈസസ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ ന്യൂ എടുക്കുക. ഇതിനകത്ത് റൺ ദിസ് IOU ഡിവൈസ് ഓൺ GNS3 VM എന്നുള്ളത് സെലക്ട് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തിട്ട് പേര് കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇതിന് L2 സ്വിച്ചാണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ L2SW എന്ന് കൊടുത്തു ജസ്റ്റ്. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ L2 ഇമേജ് സെലക്ട് ചെയ്തിട്ട് ഒരു L2 ഇമേജ് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അതിനകത്ത് നമ്മളെ ഡെസ്ക്ടോപ്പിനകത്ത് സിസ്കോ എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് IOU എന്ന് പറയുന്നതിനകത്ത് L2 ഇമേജ് ഉണ്ട്. കണ്ടോ, ഇതൊരു L2 ഇമേജാണ്. അപ്പോൾ ഈ ഒരു L2 ഇമേജ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ അപ്ലോഡിങ് നടക്കുന്നുണ്ട്. അപ്ലോഡിങ് കംപ്ലീറ്റ് ആയി. ഇനി ഫിനിഷ് കൊടുക്കാം. ഓക്കെ, L2 ഇമേജ് ആഡ് ചെയ്യും. ഇങ്ങനെയാണ് നമുക്ക് L2 ഡിവൈസുകൾ സ്വിച്ച് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടോ, സ്വിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി സ്വിച്ചിനും ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പിക്ചർ കാര്യങ്ങളൊക്കെ മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള പിക്ചർ സെലക്ട് ചെയ്യാം. ലോഡായി വരട്ടെ. ഇതുവരെ സെർവറിന് ഇമേജസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഞാൻ ബ്ലൂ ആണ് യൂസ് ചെയ്തത്. അപ്പോൾ ബ്ലൂ കളറിൽ നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ കാര്യങ്ങൾ കൊടുക്കാം. സ്വിച്ചിൻ്റെ പിക്ചർ ഉണ്ടാവും ഇതിനകത്ത്. സ്വിച്ചിൻ്റെ പിക്ചർ L2 സ്വിച്ച് ആണല്ലോ. അപ്പോൾ L2 സ്വിച്ചിൻ്റെ കൊടുക്കുക. ഇനി L3 സ്വിച്ച് ആഡ് ചെയ്യണമെങ്കിലോ അതിന് നമ്മുടെ കയ്യിൽ ഫയൽ ഉണ്ടായിരിക്കണം. എൻ്റെ കയ്യിൽ ഫയലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, IOU ഡിവൈസിനകത്ത് ന്യൂ എടുക്കുക. എന്നിട്ട് ഇതിനകത്ത് L3 ഇമേജ് എന്നാൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, നമ്മൾ സ്വിച്ചിന് പേര് കൊടുക്കുക. അപ്പോൾ ഞാൻ L3SW എന്ന് പേര് കൊടുത്തു. L3SW എന്ന് പേര് കൊടുത്തു. അതൊക്കെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇമേജ് ന്യൂ ഇമേജ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇമേജ് കാണിച്ചു കൊടുക്കുക. ഇമേജ് ഞാൻ L3 എന്ന് പറയുന്ന ഇവിടെ സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് സെലക്ട് ചെയ്തു. ഓക്കെ, ദെൻ അപ്ലോഡിങ് നടക്കുന്നുണ്ട്. ഈ അപ്ലോഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ VMലോട്ട് ഈ ഫയൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഫിനിഷ് കൊടുക്കുക. അപ്പോൾ അതും ആഡായി. ഇനി അതിൻ്റെ എന്ത് ചെയ്യുക, നമുക്ക് ഇതേ പറഞ്ഞ പോലെ നമുക്ക് അതിൻ്റെ അത് സാധാരണ ഈ L3 സ്വിച്ച് ആയതുകൊണ്ട് അത് റൗട്ടേഴ്സിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് ചെയ്യുക, കോൺഫിഗർ ടെംപ്ലേറ്റിനകത്ത് എടുത്തിട്ട് ഇതിനെ സ്വിച്ചിലോട്ട് മാറ്റുക. സ്വിച്ചിലോട്ട് മാറ്റി കഴിഞ്ഞാൽ അത് സ്വിച്ചിൽ കിട്ടും. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇമേജ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഇമേജിൻ്റെ വിൻഡോ ഓപ്പൺ ആവട്ടെ. ഓക്കെ, ഇതിനകത്ത് ഞാൻ ബ്ലൂ കളർ സെലക്ട് ചെയ്തു. എന്നിട്ട് മൾട്ടി ലെയറിൻ്റെ സ്വിച്ചിൻ്റെ ഇമേജ് ഉണ്ടാവും. മൾട്ടി ലെയർ സ്വിച്ചിൻ്റെ ഇമേജസ് ഇതൊക്കെ. ഓക്കെ, മൾട്ടി ലെയർ സ്വിച്ചിൻ്റെ ഇമേജസ്. അപ്പോൾ L3 ഇങ്ങനെയാണ് VMൽ ഒരു ലാബ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ എന്ത് ചെയ്തു, സിസ്കോയുടെ റൗട്ടേഴ്സ് 2 സെറ്റ് ചെയ്തു, അതുപോലെ സ്വിച്ച് സെറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി കോൺഫിഗറേഷൻ കാണിച്ചു തരാം. അപ്പോൾ GNS3യുടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. അതുപോലെ GNS3യിൽ എങ്ങനെയാണ് ഡിവൈസുകൾ ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. വെരി ഈസിയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ കാര്യങ്ങളും കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ.